ഹലോ നമസ്കാരം. മലയാളി ട്രാവൽ ഗൈഡിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കാട്ടാക്കട ബസ് സ്റ്റാൻഡിലാണ്, തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട. നമ്മൾ നെയ്യാർ ഡാമിലോട്ട് പോകാനായിട്ട് രാവിലെ വന്നതാണ്. പക്ഷേ തിരുവനന്തപുരത്ത് നിന്ന് ഡയറക്റ്റ് ബസ് കിട്ടില്ല. അങ്ങനെ കാട്ടാക്കട വന്നു. ഇപ്പോൾ ഇവിടുന്ന് ഒരു ബസ് കിട്ടി. അങ്ങനെ നമ്മൾ ആ ബസ്സിൽ ഇങ്ങനെ കയറി നമ്മൾ നെയ്യാർ ഡാമിലോട്ട് പോവുകയാണ്. കാട്ടാക്കട ഒരു പഞ്ചായത്ത് ബസ് സ്റ്റാൻഡാണ്, എന്നാലും അത്യാവശ്യം നല്ല സൗകര്യങ്ങളുള്ള ഒരു ബസ് സ്റ്റാൻഡായിരുന്നു. അപ്പോൾ തമ്പാനൂർ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു കാട്ടാക്കടയ്ക്ക് പൊക്കോ, കാട്ടാക്കട ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് ബസ് സർവീസ് നെയ്യാർ ഡാമിലോട്ടുണ്ട്. അവിടെ ഒരു ഡാം, നല്ലൊരു ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നല്ലൊരു ഡാമാണ്, പ്രശസ്തമായ ഒരു ഡാമാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ അവിടെ പോയി എല്ലാം കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. നല്ല മഴയുണ്ട്. രാവിലെ തൊട്ട് തിരുവനന്തപുരം ജില്ലയിലൊക്കെ തന്നെ നല്ല പരക്കെ നല്ല മഴയാണ്. പക്ഷേ മഴ ഇപ്പോൾ കുറച്ചു നേരം ഒന്ന് മാറി നിൽക്കുകയാണ്. അപ്പം നമുക്ക് വെളിയിലത്തെ കാഴ്ചകളൊക്കെ നമുക്കിപ്പോൾ ഒന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. മഴ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് എല്ലാം അവതാളത്തിലാവും. പിന്നെ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് വലിയ തിരക്കില്ല, സെക്കൻഡ് സാറ്റർഡേ കൂടെ ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് നെയ്യാർ ഡാമിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ അവിടെ എത്തിയിട്ട് കാണാം എന്ന് വിചാരിക്കുന്നു. അങ്ങോട്ട് പോകുന്ന വഴിയൊക്കെ തന്നെ വളരെ മനോഹരമാണ്. കാട്ടാക്കടയൊക്കെ വളരെ സാധാരണക്കാരായ ജനങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. അതുപോലെ തന്നെ അവിടുന്ന് അധികം ദൂരമില്ല. കാട്ടാക്കടയിൽ നിന്ന് നെയ്യാർ ഡാമിലോട്ട് അധികം ദൂരമില്ല. 15 രൂപ പോയിന്റ് മാത്രമേ ഉള്ളൂ KSRTC ബസ്സിൽ. ഏതാണ്ട് 12 കിലോമീറ്റർ കണ്ട് മാത്രമേ ഉള്ളൂ ദൂരം. അപ്പോൾ അങ്ങനെ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. കാട്ടാക്കടയും പരിസരമൊക്കെ തന്നെ മനോഹരമായ ഗ്രാമമാണ്. ഇപ്പോൾ നമ്മൾ നല്ല കൃഷി സ്ഥലങ്ങളൊക്കെ നിറഞ്ഞ ഒരു സ്ഥലമാണ്. ഇപ്പോൾ ആ സ്ഥലത്തൂടെയാണ് നമ്മളിങ്ങനെ പോകുന്നത്. കാട്ടാക്കട കഴിഞ്ഞ് നമ്മളിങ്ങനെ നെയ്യാർ ഡാമിലോട്ട് ചെറിയൊരു കയറ്റം കയറി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. കള്ളിക്കാട് ഗ്രാമം കഴിഞ്ഞ് വീണ്ടും നെയ്യാർ ഡാമിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. വീണ്ടും മൺസൂൺ സജീവമായിരിക്കുകയാണ് തിരുവനന്തപുരത്ത്. മറ്റെല്ലാ ജില്ലകളിലും മഴയുണ്ടായിരുന്നെങ്കിലും 2-3 ദിവസമായിട്ട് മഴയില്ലായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും മഴ തുടങ്ങി. ഇന്നിപ്പോൾ രാവിലെ തൊട്ട് നല്ല മഴയായി. അങ്ങനെ നമ്മൾ നെയ്യാർ ഡാമിൻ്റെ മുൻവശത്ത് എത്തിച്ചേർന്നു. ഇവിടെ വരെയുള്ളൂ ബസ്. കാട്ടാക്കടയിൽ നിന്ന് നെയ്യാർ ഡാമിന് വരുന്ന ബസ് ഇവിടെ വന്ന് തിരികെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നെയ്യാർ ഡാം ജംഗ്ഷൻ എന്ന് പറയുന്നത്. അവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡുണ്ട്. പിന്നെ കുറച്ച് കടകളും ഹോട്ടലും 1-2 ഹോട്ടലും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ ഇറങ്ങിയതാണ്, ആഹാരമൊന്നും കഴിച്ചില്ല. അപ്പോൾ അന്വേഷിച്ചപ്പം ഒരു ജനകീയ ഹോട്ടൽ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു, കുടുംബശ്രീയുടെ. അപ്പോഴവിടെ കയറി ആഹാരം എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് കയറുകയാണ്. അത്യാവശ്യം നല്ല വൃത്തിയുള്ളൊരു ഹോട്ടലാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അതെ, അത്യാവശ്യം നല്ല വൃത്തിയൊക്കെ ഉണ്ട്. അപ്പോഴവിടെ കയറി ആഹാരമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. രാവിലത്തെ ആഹാരമായിട്ട് അധികം ഐറ്റംസ് ഒന്നും ഇല്ല. അവർ പറഞ്ഞ് അങ്ങനെ ക്യാമറയിലൊന്നും കാണിക്കാനുള്ള ഐറ്റംസ് ഒന്നും ഇല്ല. പിന്നെ കിച്ചണും എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇവിടെ വരുന്നവർക്ക് ആഹാരം കഴിക്കാൻ പറ്റിയൊരു ഹോട്ടലാണ്. അപ്പോൾ നമ്മൾ ആഹാരം ഓർഡർ ചെയ്തു. അപ്പോൾ അത് കഴിച്ചിട്ട് അകത്ത് കയറാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ വീണ്ടും മെയിൻ ഗേറ്റിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി ടിക്കറ്റ് എടുത്ത് വേണം അകത്ത് കയറാൻ. പഴയ ഗേറ്റ് അതേപോലെ തന്നെ, യാതൊരു മാറ്റവും. ഏകദേശം ഒരു 10 വർഷത്തിന് മുമ്പ് ഈ നെയ്യാർ ഡാം സന്ദർശിച്ചിരുന്നു. പക്ഷേ പുറം സൈഡിലൊന്നും ഒരു മാറ്റവും ഇല്ല. നമുക്ക് അകത്ത് കയറി അവിടുത്തെ ഇതൊക്കെ നോക്കാം. ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് വന്നിട്ടുണ്ട്, നല്ല ഒരു പാർക്കിംഗ് ഗ്രൗണ്ട്. നേരത്തെ ഈ പാർക്കിംഗ് ഗ്രൗണ്ട് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ നല്ലൊരു വിശാലമായ ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് ഇവിടെ ഉണ്ട്. അത്യാവശ്യം കുറേയേറെ വണ്ടികൾ ഇവിടെ പാർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് നമുക്ക് ടിക്കറ്റ് എടുക്കാം അകത്ത് കയറി. ടിക്കറ്റ് ചാർജ് ഒരാൾക്ക് 10 രൂപ മാത്രമേ ഉള്ളൂ. പക്ഷേ ക്യാമറ ഉണ്ടെങ്കിൽ ക്യാമറയ്ക്ക് 50 രൂപയുടെ കൊടുക്കണം. വീഡിയോ ക്യാമറ ആണെങ്കിൽ 1000 രൂപയും കൊടുക്കണം. ഇതൊക്കെയാണ് പ്രധാന കാര്യങ്ങൾ ഇവിടെ വരുമ്പോൾ ഉള്ളത്. പിന്നെ നല്ല മഴ, വീണ്ടും ചെറുതായിട്ട് മഴ തുടങ്ങി. മനോഹരമായി വെട്ടി നിർത്തിയിരിക്കുന്ന ചെടികളും പച്ചപ്പും എല്ലാം നല്ല രസകരമായി. അതുപോലെ ടാർ ചെയ്തിരിക്കുന്ന റോഡൊക്കെ നല്ല റോഡാണ്. നമുക്ക് ആ റോഡിൽ കൂടെ തന്നെ മുകളിലോട്ട് നടന്നു പോകാൻ പറ്റും. അവിടുന്ന് വീണ്ടും റൗണ്ട് അടിച്ച് അണക്കെട്ടിൻ്റെ മുകളിൽ കൂടെ ഇറങ്ങി വരാം എന്നാണ് പറഞ്ഞത്. അപ്പം നേരത്തെ പോയപ്പോഴും അങ്ങനെയാണ് പോയിട്ടുള്ളത്. ഇവിടെ നമ്മളിങ്ങനെ ഓരോ കാഴ്ചകൾ കണ്ടിങ്ങനെ പോവുകയാണ്. എന്തോ അറിയില്ല, ആളില്ല, മഴ ആയതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ പറഞ്ഞ പോലെ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ നദിയിലാണ് നെയ്യാർ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ അകലെയാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്.
അതുപോലെ തന്നെ പശ്ചിമഘട്ടത്തിന്റെ താഴ്വാരത്തിലാണ് ഇത് ഡാം. 1958 ഇത് സ്ഥാപിക്കുന്നത്. അതുപോലെ തന്നെ ഇത് പ്രശസ്തമായ ഒരു പിക്നിക് സ്ഥലമാണ്. തിരുവനന്തപുരത്ത് ഒരു പിക്നിക് സ്പോട്ടാണ്. ഞാൻ മുമ്പേ പറഞ്ഞ കൂട്ട് തന്നെ മഴയായതുകൊണ്ടായിരിക്കാം ഇന്ന് ആളുകൾ വളരെ കുറവ്. അല്ലെങ്കിൽ സാധാരണയായിട്ട് വളരെ ആളുകൾ വരുന്ന ഒരു പ്രദേശമാണ്. പ്രത്യേകിച്ചും കോളേജ് സ്റ്റുഡൻസ് ഒക്കെ വരുന്ന ഒരു സ്ഥലമാണ്. അവർക്ക് വന്ന് ഇരിക്കാനൊക്കെ ഇവിടെ സ്ഥലവും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ ഗാർഡൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാ സംവിധാനങ്ങളും ഉള്ള ഒരു പ്രദേശമാണ്. നെയ്യാർ ഡാം അണക്കെട്ട് ഏതാണ്ട് 56 മീറ്റർ ഉയരവും ഏതാണ്ട് 295 മീറ്റർ നീളവുമുള്ള ഒരു ഡാമാണ്. മിക്കവാറും എല്ലാ ഇനത്തിൽപ്പെട്ട വന്യമൃഗങ്ങളും ഉള്ള ഒരു പ്രദേശമാണ് ഇവിടെ ഈ വനം. അതുപോലെ തന്നെ ഇവിടെ ഒരു യോഗ സെന്ററും ഒരു ആശ്രമമൊക്കെ ഉണ്ട്. ഒരു സ്വാമിയുടെ ശിവാനന്ദ യോഗ വേദാന്ത ധന്വന്തരി ആശ്രമം ഇതിനടുത്തായിട്ടാണ്. അവിടെ ഒരുപാട് വിദേശികളും സ്വദേശികളും ഒക്കെ എത്തുന്നുണ്ട് യോഗ പഠിക്കാനായിട്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് ചിലപ്പോൾ കാണാൻ സാധിക്കും ബോട്ടിങ്. ചുറ്റുപാടുമുള്ള കാടൊക്കെ കാണാനായിട്ട് നമുക്ക് ബോട്ടിൽ പോയി കാണുന്ന ഒരു സംവിധാനമൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് നമ്മൾ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഗാർഡനൊക്കെ കാണാം. നല്ല രസകരമായ ഒരു കാഴ്ചയാണ്. ഇപ്പം ഈ മഴയായതുകൊണ്ട് നമുക്ക് അധികം ഭംഗി തോന്നുന്നില്ല. മഴയുടേതായിട്ടുള്ളൊരു മൂടാപ്പും തെളിച്ചയില്ലായ്മയും ഒക്കെയാണ്. അല്ലെങ്കിൽ നല്ല ഒരു 10 ദിവസം മുമ്പ് വന്നിരുന്നെങ്കിൽ നല്ല വെയിലും നല്ല രസകരമായ ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ ആ സമയത്ത് താങ്ങാനാവാത്ത ചൂടായിരുന്നു. നമുക്ക് ഉച്ച സമയത്തൊന്നും ഇവിടെ വരാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ആ ഡാമിൻ്റെ മുകളിൽ കൂടെ ഒക്കെ യാത്ര ചെയ്യണേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് താഴെ തണ്ട് വളരെ മനോഹരമായ ആ ഒരു ഗാർഡനെ കാണാം. അവിടെ ബെഞ്ചൊക്കെ ഉണ്ട്. നമുക്ക് വരുന്നവർക്ക് ഇരിക്കാം, സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കാം, കാറ്റ് കൊള്ളാം. അധികം ചൂടില്ലാത്ത സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം നമുക്ക് ഇവിടെ ഇരുന്ന് ചിലവഴിച്ചിട്ട് പോകാൻ പറ്റും. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ നഗരത്തിലെ തിരക്കിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് ഇവിടെ വന്ന് കുറേ നേരമൊക്കെ ഇരുന്ന് മനസ്സും ശരീരമൊക്കെ ഒന്ന് ഏകാന്തമായി കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് നമുക്ക് തിരിച്ചു പോകാൻ സാധിക്കും. അങ്ങനത്തെ ഒരു ഏറിയാണ്. ഒരു ബഹളമോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമുക്കിനി മുകളിലോട്ട് ഇനി കുറെ കൂടെ അങ്ങോട്ട് നടക്കാം. ഒരു കഥകളി അരങ്ങിൻ്റെ രംഗമൊക്കെ ഇവിടെ ചിത്രീകരിച്ചത് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു കുറേ ചെറിയ സ്റ്റാച്ചു ഒക്കെ ഉണ്ട് ഇവിടെ ഈ ഗാർഡനകത്തൊക്കെ. പക്ഷെ അവിടെ ഒന്നും കൃത്യമായിട്ട് വെട്ടിത്തെളിച്ച് പലതും കാണാൻ സാധിക്കുന്നില്ല. ഇത് കാണാൻ പറ്റുന്നുണ്ട്, റോഡ് സൈഡ് ആയതുകൊണ്ട്. അപ്പോൾ ഇനി അടുത്ത അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കുറേ നടക്കാനുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട്. ഇടത് സൈഡിലായിട്ട് ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് ചെറുതായിട്ട് വേറെ ഉണ്ട്. അവിടെ താഴെ പാർക്കിംഗ് ഫുള്ളായി കഴിഞ്ഞാൽ ഇവിടെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മളിനി ഇതവരുടെ ഓഫീസാണെന്ന് തോന്നുന്നു. ഇന്ന് അവധി ആയതുകൊണ്ട് ഇന്ന് ആരെയും കാണുന്നില്ല. ക്ലീൻ ചെയ്യുന്ന ആൾ മാത്രം അവിടെ നിന്ന് ക്ലീൻ ചെയ്തോണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ ഇതുവഴി നേരെ അങ്ങോട്ട് ചെന്ന് ഡാമിലോട്ട് കയറുകയാണ്. അപ്പോൾ ഡാമിൽ ചെന്ന് കയറിയതിന് ശേഷം അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. അടുത്ത മഴ പെയ്യാനായിട്ട് ഇങ്ങനെ മാനം കറുത്തിരിക്കുന്നു. അതുകൊണ്ട് വലിയ ഡാമിൻ്റെ മേളിൽ നമ്മൾ നിൽക്കുകയാണ്. വിശാലമായി അങ്ങ് ദൂരെ നമുക്ക് കാണാൻ സാധിക്കും. മേളിൽ നിന്ന് താഴെയുള്ള ദൃശ്യങ്ങളൊക്കെ വളരെ മനോഹരമാണ്. അതുകൊണ്ട് ഗാർഡന് ചെറിയ റൂഫുള്ള ടെൻറ്റ് പോലുള്ള ഇതൊക്കെ ഇവിടെ ഉണ്ട്. നല്ല ഗാർഡൻ, നല്ല രസമാണ് ഇവിടെ കാണാൻ. ഇവിടെ നേരത്തെ ഈ ഡാമിനോട് അടുത്ത് തന്നെ നേരത്തെ ഒരു മുതല സംരക്ഷണ കേന്ദ്രം ഉണ്ടായിരുന്നു. മുതലകളെ സംരക്ഷിക്കുന്ന ഒരു സ്ഥലം. പക്ഷേ ഇപ്പോൾ അത് മുതലകൾ അധികമില്ല, കുറച്ചുണ്ടെന്നാണ് അവരോട് ചോദിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്. 1977 ഈ മുതല ഫാം ഇവിടെ ആരംഭിക്കുന്നത്. ഈ മുതല വളർത്തൽ കേന്ദ്രത്തിൻ്റെ പേരെന്ന് പറഞ്ഞാൽ സ്റ്റീവ് ഇർവിൻ നാഷണൽ പാർക്ക് എന്നാണ് അതിൻ്റെ പേരിട്ടിരുന്നത്. അത് ഒരു ഇംഗ്ലീഷുകാരൻ്റെ പേരാണ്. പ്രകൃതി ശാസ്ത്രജ്ഞനായ സ്റ്റീവ് ഇർവിൻ്റെ പേരാണ്
ഈ മുതല വളർത്തൽ, മുതല സംരക്ഷണ കേന്ദ്രത്തിന് ഇട്ടിരുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത ആയിരുന്നുണ്ടായിരുന്നത് ലയൺ സഫാരി പാർക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഇല്ല, സിംഹങ്ങളൊന്നും തന്നെ ഇല്ലെന്നാണ് അറിഞ്ഞത്. പിന്നെ അതുപോലെ ബോട്ടിങ് നടത്താൻ സാധിക്കുമായിരുന്നു. പിന്നെ അതുപോലെ മാൻ പാർക്കുണ്ട്. പിന്നെ അതുപോലെ ഒരു മിനിയേച്ചർ വന്യജീവി സങ്കേതമുണ്ട്. പിന്നെ നീന്തൽക്കുളമുണ്ട്. വാച്ച് ടവർ, അക്കരെ ചെന്ന് കഴിഞ്ഞാൽ ഒരു വാച്ച് ടവറുണ്ട്. മേളിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് ഡാം കുറേ ഏരിയ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ ഇവിടെ വരാനുള്ള ഏറ്റവും വലിയ സൗകര്യം എന്ന് പറഞ്ഞാൽ ബസ് തമ്പാനൂരിൽ നിന്നും എപ്പോഴുമല്ല, ഒരു അരമണിക്കൂറൊക്കെ ഇടവിട്ട് ബസ് സർവീസ് ഉണ്ട്. അല്ലെങ്കിൽ കാട്ടാക്കട, ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ട് കാട്ടാക്കട വന്നു കഴിഞ്ഞാൽ നമുക്ക് ബസ് വരാം. അല്ലെങ്കിൽ നമുക്ക് അവിടുന്ന് ഓട്ടോറിക്ഷയോ ടാക്സിയോ ഒക്കെ പിടിച്ച് വരാൻ സാധിക്കും ഇവിടോട്ട്. അധികം ദൂരമല്ല കാട്ടാക്കടയിൽ നിന്ന്. ഇതാണ് ഡാമിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകൾ. നല്ല മനോഹരമായ കാഴ്ചകളാണ്. നമുക്ക് ദൂരെ മൂടാപ്പായി കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് വ്യക്തമായി കിട്ടാത്ത, ഭയങ്കര മഴ ഇപ്പം പെയ്യും എന്നുള്ള കണ്ടീഷനാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ശരിക്ക് കാഴ്ചകൾ അങ്ങ് ദൂരത്ത് നിന്ന് കാണാൻ സാധിക്കാത്തത്. എന്തായാലും വളരെ മഴ പെയ്യാൻ തുടങ്ങുമ്പോഴുള്ള ആ കാഴ്ച വളരെ മനോഹരമാണല്ലോ. പണ്ട് കാലങ്ങളിൽ നമ്മൾ മൺസൂണ് അല്ലെ അതേപോലെ പെരുമഴക്കാലത്ത് നമ്മൾ കൂടുതൽ ആൾക്കാരും വീടിന് വെളിയിലിറങ്ങാതെ മൂടി പുതച്ച് കിടക്കുന്ന ഒരു സംസ്കാരമായിരുന്നു. പക്ഷേ ഇന്ന് നമ്മുടെ മലയാളികളുടെ, ഇന്ത്യക്കാരുടെ, പൊതുവെ ലോകത്തിലുള്ള എല്ലാവരുടെയും ഒരു ആ സംസ്കാരം മാറിയിരിക്കുന്നു. നമ്മൾ പ്രത്യേകിച്ചും മലയാളികൾ, നമ്മളിന്ന് കൂടുതൽ ട്രാവൽ ചെയ്യാൻ തുടങ്ങി, നമ്മൾ ടൂറിസ്റ്റ് സ്ഥലങ്ങൾ തേടി പോകാൻ തുടങ്ങി. ഇപ്പോൾ നമ്മൾ മഴക്കാലത്ത് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ നമ്മൾ പോകുന്നു. പക്ഷേ എന്നാലും ഗവൺമെൻറ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. മൺസൂൺ സമയത്തൊക്കെ ഉരുൾപൊട്ടുന്ന അതേപോലുള്ള പ്രദേശങ്ങളിൽ, ചില മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകുന്ന പ്രദേശങ്ങളിലൊക്കെ പോരെന്ന് പറയാൻ അത് പോകാതിരിക്കുന്നതാണ് നമ്മുടെ സുരക്ഷയ്ക്ക് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ ചില സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്യരുതെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അത് അനുസരിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ജീവനും എല്ലാത്തിനും നല്ലതാണ്. ഈ വാച്ച് ടവറിൽ നിന്നിൻ്റെ അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ നല്ല മനോഹരമാണ്. വാച്ച് ടവറിൻ്റെ മുകളിലോട്ട് നമ്മൾ കയറിയില്ല, അതിൻ്റെ താഴെയുള്ള സ്ഥലത്തുനിന്ന് നമ്മൾ ഈ ഡാം കുറേ കൂടെ നമുക്ക് കാണാൻ സാധിക്കും. നല്ല മനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. കുറേയേറെ ആൾക്കാർ ഇവിടെ NCCക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ ദൃശ്യങ്ങളൊന്നും തന്നെ നമ്മൾ എടുക്കുന്നില്ല, അവരെ ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പോൾ മുകളിലത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിനി താഴോട്ട് ഇറങ്ങിപ്പോകാമെന്ന് വിചാരിക്കുന്നു. താഴത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ചെറിയൊരു പടി അങ്ങോട്ട് താഴോട്ട് ഇറങ്ങുന്നത് താഴോട്ടാണ്. താഴെ വരെ പടികളുണ്ട്. കുഴപ്പമൊന്നുമില്ല, തെറ്റി വീഴത്തൊന്നുമില്ല. നല്ല പടികളൊക്കെയാണ്, നല്ല സേഫ്റ്റിയാണ്, ഒരു പ്രശ്നമില്ല. പക്ഷെ ഇവിടെ ഒന്നും ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഇവിടെ നമ്മളെ നിയന്ത്രിക്കാനോ ഒന്നും തന്നെ ആരുമില്ല. ഇന്ന് അവധി ദിവസം ആയതുകൊണ്ടായിരിക്കാം, ആരും തന്നെ ഒന്നും ശ്രദ്ധിക്കാനോ ഒന്നും തന്നെ ഇല്ല. നമ്മളിങ്ങനെ താഴോട്ട് പോകുന്നു. ഇതാണ് ഡാമിൻ്റെ സൈഡ് വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് താഴെ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ചെറുതായിട്ട് മാത്രമേ വെള്ളം തുറന്നു വിട്ടിട്ടുള്ളൂ. പക്ഷേ രണ്ട് സൈഡിലും കനാലുണ്ട്. കനാലിലോട്ടുള്ള നീരൊഴുക്കുണ്ട്. അപ്പോഴേ മെയിനായിട്ടുള്ള കനാല് തുറന്നിട്ടില്ല. അപ്പോൾ ഇനി ഏറ്റവും താഴെ നമുക്ക് ഇറങ്ങിച്ചെല്ലാം. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളൂടെ നമുക്കൊന്ന് കാണാം. ഇനി കുറേ അങ്ങോട്ട് നടന്നിട്ട് പാലത്തെ കൂടെ കയറി അക്കരെ കയറിയിട്ട് നമുക്ക് ആ ദൃശ്യങ്ങളൂടെ ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് മെയിൻ ഗേറ്റിലോട്ട് പോയിട്ട് ഈ യാത്ര അവസാനിപ്പിക്കാം. മഴ പെയ്യുന്നു, ഇവിടെ എല്ലാം വെള്ളം. ഇവിടെ വന്നപ്പോൾ തന്നെ മേളിൽ നിന്ന് ചെറിയൊരു ഈ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ ആ ഗാർഡനകത്തൂടെ ഒരു വെള്ളച്ചാട്ടം താഴോട്ട് മഴവെള്ളം ഇറങ്ങിയാണ്. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ എന്തായാലും നമുക്ക് ഇത്രയൊക്കെയുള്ള ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ നമുക്ക് പോകാൻ സമയമായി. കൂടുതൽ മഴയൊക്കെ ആയതുകൊണ്ട് കൂടുതൽ സമയം നിൽക്കുന്നില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സീ യു. ആ പാലത്തെ കൂടെ പോയിട്ട്